കണ്ടക്കൻ കണ്ടക്കൻ അടി എന്ന് പറഞ്ഞാൽ നല്ല അടിയാണ്. എന്തടിയുടെ കാര്യം പറഞ്ഞു? നല്ല അടിയാന്ന് ഞാൻ ഒരു സിനിമയുടെ നായകനെ പറ്റി പൊക്കി പാടണം എന്ന ക്യാരക്ടർ ആർട്ടിസ്റ്റിന്റെ വിധിയൊന്നുമല്ല. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് പറയുന്നു. എല്ലാം പിള്ളേരാണ്. അപ്പൊ ഞാൻ ആദ്യം ചെന്നപ്പോ എനിക്കൊരു ഇത്രയെല്ലാം പിള്ളേരാണല്ലോ, പക്ഷെ എല്ലാവരുമായിട്ട് ഭയങ്കര മിങ്കിൾ ചെയ്തപ്പോഴല്ലോ ഞാനും അതുപോലെ പിള്ളേരെ പോലെ തന്നെ. നിർമ്മലേട്ടൻ കോഴിക്കോടാണ്, കുറച്ച് ബുദ്ധിമുട്ടിയാൽ മതി. ഞങ്ങളെ വേറൊരാളുണ്ട് അങ്കമാലിക്കാരൻ. എന്തുട്ടാ കാണിക്കണ എന്റെ പൊന്നെ നമ്മളാകെപ്പെട്ട് എല്ലാ പടത്തിലും ഇമോഷൻ മാത്രമേ ഉള്ളൂ. ഒരു കോമഡിക്ക് വേണ്ടി നമ്മൾ കിടന്ന് ഓടുക. ഈ വേഷം തന്നെ, ഇതിലെ വേഷം തന്നെ എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് പേടിയായിരുന്നു. മാമുക്കോയുടെ വേഷമായതുകൊണ്ട് ഞാൻ കരഞ്ഞു, എൻ്റെ കണ്ണിലൊക്കെ നിറഞ്ഞു. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 4 അതിഥികൾ, 4 പേർക്ക് സ്വാഗതം. നമസ്കാരം. കണ്ടക്കൻ കടകൻ കണ്ടക്കൻ ഈ നമ്മൾ കളരിക്കൊക്കെ പറയുന്ന പോലെ ഭാഷയാണത് അശ്വൻ ചേട്ടാ? അത് തന്നെ. പക്ഷെ കളരിയായിട്ടൊരു ബന്ധമില്ല ഇതിന്. ഇല്ല, ആ കടകൻ തന്നെയാണ്, പക്ഷെ അതായിട്ടൊരു ബന്ധമൊന്നുമില്ല. കടകൻ ഇതിൻ്റെ അകത്തുണ്ട്, ഉണ്ട് അല്ലേ? കടകം ഒരു അടവാണ്. കടകം, പൂഴിക്കടകം, മറുകടകം. അപ്പോൾ കടകം ഉപയോഗിക്കുന്ന ആളാരാണോ അയാളാണ് കടകൻ. അത് സിനിമ കണ്ട് തീരുമാനിക്കണം. അത് സിനിമ കൊണ്ട് തീരുമാനിക്കും. മാർച്ച് 1-ാം തീയതി. അതെ, ഇപ്പൊ പറയാൻ പറ്റില്ല നമുക്ക്. അങ്ങനെ ഒരാളുണ്ട്, ഇപ്പൊ പറഞ്ഞ അങ്ങനെ ഒരാളുണ്ട് അല്ലേ? സസ്പെൻസ് ഒക്കെ പുറത്തു പോകില്ലേ? അതുകൊണ്ട് പറയണ്ട അശ്വൻ ചേട്ടാ. അശ്വൻ ചേട്ടാ, ഇപ്പം ഇടയ്ക്ക് കുറേ സിനിമകളായി. എനിക്കിതിൽ ഞാൻ കുറച്ച് എനിക്കറിയാവുന്ന രീതിക്ക് പറയുവാണെങ്കിൽ നല്ലൊരു കഥാപാത്രം അല്ലേ? ഒരു കുടുംബ പശ്ചാത്തലത്തിലുള്ള ഒരു വേഷമാണ് അച്ഛൻ വേഷം. നിങ്ങളൊക്കെ ഒത്തിരി കൈകാര്യം ചെയ്തു വന്നു. ഇതിലും അത്തരം ഒരു വേഷമാണെന്നാണ് എനിക്കറിയാവുന്നത്. അതെ അതെ. ഇപ്പം ചെയ്തു വെച്ചിരിക്കുന്ന സിനിമകൾ, മാർത്താണ്ടുന്ന സിനിമയാണെങ്കിലും അതിൽ നമുക്ക് മനസ്സിൽ ആഴത്തിൽ തട്ടുന്ന ഒരു അച്ഛൻ കഥാപാത്രം. ഈ കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് അശ്വൻ ചേട്ടാ? ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. കാരണം ഇത് ഫസ്റ്റ് ടൈം ഞാൻ തന്നെയായിരുന്നു ഇതിൻ്റെ അകത്തെ ക്യാരക്ടർ ചെയ്യാനായിട്ട്. പിന്നീട് ഈ സ്ലാങ്ങിൻ്റെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ അത് മാമുക്കോയിലേക്ക് പോയി. പിന്നെ മാമുക്കോയുടെ മരണശേഷം ഞാൻ തന്നെയായി വീണ്ടും. അപ്പോൾ അത് എന്നിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ്, അത് കഥ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എന്നോട് പറയുന്നത് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത്. കാരണം ഞാൻ പിന്നീട് അറിഞ്ഞാലോ എന്നുള്ളതിൽ എനിക്ക് പ്രശ്നമൊന്നുമല്ലായിരുന്നു. ഞാൻ പറഞ്ഞു, അത് പറഞ്ഞപ്പോൾ എനിക്ക് പറഞ്ഞു കേട്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. കാരണം മാമുക്ക മരിച്ചതിന് ശേഷം ഫസ്റ്റ് സീൻ എടുക്കുമ്പോഴൊക്കെ എന്നെ കണ്ണൊക്കെ നിറഞ്ഞു, കരയൊക്കെ ചെയ്തു ഞാൻ. പക്ഷേ അത് ലൈഫിൽ ഞാൻ ഇത്രയും പടങ്ങൾ ചെയ്തിട്ട് 36 വർഷമായിട്ട് 300 സിനിമ അടുത്ത് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്യുന്നത്. വളരെ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്താലും ശരിയാണ്. ഇപ്പോൾ ഗോഡ് ഫാദർ എന്ന് പറയുന്ന പടത്തിൽ ചെറിയൊരു വേഷമാണ് അന്ന്, എനിക്കത് വലിയ വേഷമാണ്. ഇപ്പോൾ അത് ചെറിയ വേഷമായിട്ടാണ് തോന്നുന്നത്. പക്ഷെ അത് ഓടുന്ന പടത്തിൽ ഒരു ചെറിയ വേഷമാണെങ്കിലും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇത് ടോട്ടലി സബ്ജക്റ്റും മേക്കിങ്ങും എല്ലാ വശങ്ങളും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആ ക്യാരക്ടർ ജനങ്ങളിലേക്ക് എത്തും എന്നുള്ള നല്ല വിശ്വാസമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഇപ്പോൾ പറഞ്ഞ മമ്മൂക്കായുടെ കാര്യം പറഞ്ഞാൽ, എനിക്ക് മമ്മൂക്കായ മരിച്ച സമയത്ത് ഡബിങ് സ്റ്റുഡിയോയിൽ ഞാൻ വന്നിരുന്നു ഒരു ബൈറ്റ് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഈ മമ്മൂക്കായ മരിച്ചു. ഇത് ഈ കാര്യം ഒന്ന് പറഞ്ഞു എനിക്ക് ഇപ്പോഴത് പെട്ടെന്ന് സ്ട്രൈക്ക്. അതെ അതെ. അന്ന് രാവിലെ ഫോൺ കോൾ വന്നു. അതെ 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 അല്ലേ? അതെ അതെ അതെ. ഇത്ര മമ്മൂക്കായ അഭിനയിക്കാൻ അവര് കഥയെല്ലാം ഇപ്പൊ ഡയറക്ടർ സജിൽ വന്ന് ഈ കഥയെല്ലാം പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോകുമ്പോൾ കഥ നെറേറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവൻ മിടുക്കനാണ്. കാരണം 23 വയസ്സ് അല്ലേ? 23 അത്രേ ഉള്ളൂ വയസ്സ്. പക്ഷെ വളരെ പയ്യനാണ്. കഥ പറയുന്ന രീതി കണ്ടാൽ തന്നെ നമുക്ക് കിടുങ്ങി പോകും. കാരണം ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ പറയുന്നവരാണ്. പിന്നെ എക്സ്പീരിയൻസ് ഉണ്ട് പുള്ളി ലിജോ ജോസ് പല്ലിശ്ശേരി ഇവിടെയൊക്കെ വർക്ക് ചെയ്തേക്കൊണ്ടിട്ട് ആ ഒരു ഇതുണ്ട്. നല്ല രസമായിട്ട് കഥ പറഞ്ഞപ്പോൾ ഞാൻ ഇത് ആദ്യം എൻ്റെ മനസ്സിൽ തോന്നി, ഇത് ഞാൻ ചെയ്താൽ ശരിയാവോ? കാരണം അത്രയും ഡെപ്ത് ഉണ്ട് ക്യാരക്ടറിന്. അത് ഞാൻ ചോദിച്ചു പുള്ളിയോട്. ഇല്ല, അശ്വൻ ചേട്ടൻ ചെയ്യും. ഇത് ആദ്യം അശ്വൻ ചേട്ടൻ തന്നെയായിരുന്നു. പിന്നെ മാമുക്കോയിലേക്ക് പോയി. പിന്നീട് അത് അശ്വൻ ചേട്ടൻ്റെയൊക്കെ തന്നെ വന്നു, സ്ലാങ്ങിൻ്റെ പ്രശ്നം കൊണ്ടിട്ട്. പക്ഷെ ഫസ്റ്റ് ഡേ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു സ്ലാങ് ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ പിന്നെ കുത്തിയിരുന്ന ആ സ്ലാങ്ങിലേക്ക് പഠിക്കാൻ പറഞ്ഞു തരാനും എല്ലാവരും ഒരു ഗ്യാങ് ഉണ്ട്. ഇവരുടെ ഗ്യാങ് എന്ന് പറഞ്ഞാൽ കിടുങ്ങിപ്പോവും. എല്ലാ പിള്ളേരാണ്, ഒരു പറ്റം യൂത്ത് എന്നിട്ട് ഞങ്ങളുടെ വിലസുകയാണ്. നല്ല മൂടായിരുന്നു. സജില് പഠിച്ചൊരു ഷാഫി കോളേജ് ഉണ്ട്. അപ്പൊ അവന്റെ അന്നത്തെ ആളുകള്, സുഹൃത്തുക്കള്, അവരൊക്കെ തന്നെയാണ് അവിടെ മൊത്തം ആ ഗ്യാങ് ഉണ്ടായിരുന്നു. പിന്നെ കോഴിക്കോട് കൈകാര്യം ഞാൻ തൊട്ടടുത്ത ആളും ഉണ്ടായിരുന്നു. കോഴിക്കോടല്ലത് ഇത്, കോഴിക്കോടല്ല, മലപ്പുറം. അത് വ്യത്യാസം ഉണ്ടല്ലേ? അയ്യോ,
കോഴിക്കോടൊക്കെ നമുക്ക് ഏകദേശം പറയാൻ പറ്റും. മലപ്പുറം ഞാൻ തന്നെ അത് എങ്ങനെയാന്ന് ചോദിച്ചിട്ട് ഇപ്പൊ പറഞ്ഞത്. ചില സ്ഥലത്തൊക്കെ ചില വാക്കുകൾ നമുക്ക് കിട്ടാൻ പാടുണ്ട്. അശ്വൻ ഇപ്പൊ തുടക്കത്തിൽ പറഞ്ഞു 36 വർഷം 300ഓളം സിനിമകൾ. ഈ സിനിമയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അശ്വൻ ചേട്ടൻ്റെ മനസ്സിൽ ആഴത്തിൽ തട്ടിയ ഒരു കഥാപാത്രം തന്നെയായിരിക്കും. അല്ലെങ്കിൽ ഒരിക്കലും അശ്വൻ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല. അതാണ് പറയുന്നത്, ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ. ചെയ്തിട്ടില്ല. പക്ഷെ ആ ക്യാരക്ടറിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി പ്രേക്ഷകരാണ് വിധി എഴുതുന്നത് എന്തായാലും. അതിനെ കൊണ്ട് ടെൻഷൻ എനിക്കാണ്. ഇത് ജനങ്ങളെങ്ങനെ എങ്ങനെ ജനം സ്വീകരിക്കുന്നുള്ളു. കുറെ തമാശ ചെയ്തുകൊണ്ട് നടന്ന ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ അതിങ്ങനെ ഒരു സാധനം ചെയ്തപ്പോൾ അത് തന്നെയാണ് ഞാൻ സജിലിനോടും ചോദിച്ചത്, ഡയറക്ടറോട്. ഞാൻ ചെയ്താൽ നിൽക്കുമോ? അശ്വൻ ചേട്ടൻ നിൽക്കും. ഞങ്ങൾ ആദ്യം മനസ്സിൽ കണ്ട അശ്വൻ ചേട്ടൻ തന്നെയാണ്. പിന്നെ സ്ലാങ്ങിന്റെ പ്രശ്നം കൊണ്ടിട്ടാണ് മാറിയത് അശ്വൻ ചേട്ടൻ. അപ്പം ഫസ്റ്റ് ഡേ ഞാൻ വന്ന് അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഓടിച്ചെന്ന് ചോദിച്ചു, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഓക്കെ. പിന്നെ ഓരോ ഷോട്ടിനും എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ നോക്കുവാനാ, എവിടെ ഞാൻ ഇത്ര സീനിയർ ആണെന്ന് കരുതി നീ മറുപടി ഒന്നും പറയാതിരിക്കരുത്, പറഞ്ഞോളണം എന്നൊക്കെ എല്ലാവരോടും ചോദിക്കും ഞാൻ അഭിനയിക്കുമ്പോൾ. കുഴപ്പമില്ലല്ലേ? അല്ല, എന്നോട് ഇപ്പൊ റൂമിൽ നിർമ്മൽ പറഞ്ഞു അശ്വൻ ചേട്ടൻ ക്യാരക്ടറെ കുറിച്ച് എന്നോട് ചെറിയ ഇത് തന്നിരുന്നു. അശ്വൻ ചേട്ടൻ ചെയ്തതിൽ ഏറ്റവും വ്യത്യസ്തമായിരിക്കുന്നതിനോട് നിർമ്മൽ ഇപ്പൊ റൂമിൽ വെച്ച് പറഞ്ഞോളൂ. അത് ജനം പറയട്ടെ. അല്ല, നിർമ്മൽ ഇപ്പൊ പറഞ്ഞു. നിർമ്മൽ പ്രേക്ഷകൻ നിലയ്ക്കാ പറഞ്ഞു എൻ്റെ അടുത്ത്, ആക്ടർ നിലയ്ക്കല്ല എന്നോട് പറഞ്ഞത്. എന്തായാലും തീർച്ചയായിട്ടും ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഹക്കീം, എന്തുണ്ട് വിശേഷമൊക്കെ? ഞങ്ങൾ നാട്ടുകാരനാണ്. ഞങ്ങൾ ഒരേ നാട്ടുകാരാട്ടോ. അങ്ങനെ തന്നെ വേണം. നിനക്ക് അങ്ങനെ പഴയ തമാശയാണ്. ഞങ്ങൾ തൊടുപുഴക്കാരാണ്. ഇപ്പോഴാണ് കറക്റ്റ് ആയത്. തമാശ ഇപ്പോഴാണ് കറക്റ്റ്. ഞങ്ങൾ തൊടുപുഴക്കാരാണ്. നമ്മളിപ്പം ഏത് സിനിമയാണ് ലാസ്റ്റ് കണ്ട് നമ്മൾ വന്ന ടീച്ചർ സിനിമ ഉണ്ട്. ഹക്കീം കുറെ സിനിമകൾ ചെയ്തു വെക്കുന്നു. ഹക്കീമിന് വേണ്ടത്രൊരു ഭാഗ്യം കടാക്ഷിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയാൽ തെറ്റ് വരുമോ ഹക്കീമെ? തെറ്റായിരിക്കും. കാരണം മറ്റു ഭാഷയിൽ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. അല്ല, ഇപ്പം പ്രണയവിലാസം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഏകദേശം 5-6 പടം ചെയ്തു. അതിൽ ഫസ്റ്റ് പടമാണ് പിറങ്ങാൻ പോകുന്നത്. അതെ, അതിൽ 2 തമിഴുണ്ട്, പിന്നെ ഒരെണ്ണം ബസൂക്ക ഉണ്ട്, ഒരെണ്ണം പിന്നെന്താ വിഷ്ണുവിൻ്റെ പടമുണ്ട്, കഥ ഇന്ന് വരെ ഉണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് പടമുണ്ട്. അടുത്ത ഷാനോസ് ബാബുക്കുട്ടിയുടെ ഒരു പടമാണ് അടുത്ത മാസം ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ പടങ്ങളുണ്ട്. പക്ഷെ ഇതെന്താ സംബന്ധിച്ചാൽ ഞാൻ ഒരുപാട് കയറി ചെയ്യുന്നില്ല. ലൈക്ക് എനിക്ക് കാണാൻ ആഗ്രഹമുള്ള സിനിമകളാണ് ഞാൻ പൊതുവെ ചൂസ് ചെയ്യാറ്. കഥ കേൾക്കുമ്പോൾ തോന്നില്ല ഈ പടം ഞാൻ കാണും, തിയേറ്ററിൽ പോയാൽ കാണുന്നത്, അങ്ങനത്തെ പടങ്ങളെ ഞാൻ എടുക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ ഒരുപാട് എന്നെ കാണാത്തത്. അതുകൊണ്ടാണ്. അപ്പോൾ പതിയെ ചെയ്താൽ മതി എന്നുള്ളൊരു മെന്റാലിറ്റി. അതുകൊണ്ട് അല്ല, അത് നല്ലൊരു മെന്റാലിറ്റിയാണ്, ഇല്ല എന്ന് പറഞ്ഞില്ല. പിന്നെ അങ്ങനെ ഒരു മെന്റാലിറ്റി പറയുമ്പോഴൊന്നും സിനിമ കടല് പോലെയാണ്. നമ്മൾ സിനിമയെ തേടി പോകേണ്ട ഒരു കാലമാണ്. തീർച്ചയായും. ഈ കടകൻ തന്നെ അങ്ങനെ സംഭവിച്ചതാണ്. കടകൻ എന്നെ ചൂസ് ചെയ്യായിരുന്നു. അപ്പോൾ ഓൾറെഡി വേറൊരാളാണ് ചെയ്യാൻ വേണ്ടിയിരുന്നത്. പക്ഷെ ഒരു 1.5 ആഴ്ച മുന്നെയാണ് എന്നോട് പറയുന്നത് ഇത് ചെയ്യാമോ, ഓൾറെഡി ഞങ്ങൾ എല്ലാം റെഡിയായി, വേറെ ബാക്കി ആർട്ടിസ്റ്റുകളെല്ലാം ഡേറ്റ് ഓൾറെഡി മേടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ തുടങ്ങിയില്ലെങ്കിൽ വീണ്ടും ഈ ഡേറ്റ് എല്ലാവരുടെയും പൊളിയും, പിന്നെ ഒരുപാട് നാൾ കഴിയും തുടങ്ങാൻ. അപ്പോൾ ഞാൻ പറയുന്ന കഥ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇപ്പോഴേ ഇത് ചെയ്യണോ എന്നുള്ളൊരു തോട്ടായിരുന്നു. അതായത് ഉറപ്പായിട്ടും ഞാൻ കാണുന്ന ഒരു പടമാണ്. ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു ഫാമിലിയാണ്, ഇമോഷണൽസ് ഉണ്ട്, ഡ്രാമയുണ്ട്, ഫൈറ്റാണ്. അടി എന്ന് പറഞ്ഞാൽ നല്ല അടിയാണ്. 3 ഫൈറ്റ് മാസ്റ്റേഴ്സ് ആണ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. എന്തടിയുടെ കാര്യം പറഞ്ഞു? നല്ല അടിയാന്ന് കാര്യങ്ങൾ കഴിക്കണമല്ലോ. അപ്പൊ ഫൈറ്റ് 5 മിനിറ്റ് ഇല്ലേ? 5 ഫൈറ്റ് ഉണ്ട്. അപ്പോൾ 3 ഫൈറ്റ് മാസ്റ്റേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഷെമീറാണ് എഡിറ്റ് ചെയ്യുന്നത്. ഫൈറ്റൊക്കെ നല്ല ഒന്നാന്തരമായിട്ട് എഡിറ്റ് ചെയ്യുന്ന ഷെമീറിന് അത്രയൊന്നും വേറെ ആരുമില്ല. ഗോപിചാണ്ടാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട് ഇപ്പോഴത്തെ. അതായത് ഈ സിനിമ കടകൻ എന്നെ ഒന്ന് ചൂസ് ചെയ്യായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഭാഗ്യമായിട്ടാണ് തോന്നുന്നത് കടകൻ ചെയ്യാൻ പറ്റിയത്. അശ്വൻ ചേട്ടൻ്റെ വാപ്പായിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങൾ തമ്മിൽ ഭയങ്കര വലിയ അടി ഉണ്ടായിട്ടുണ്ട്. അടി എന്നൊക്കെ പറഞ്ഞാൽ ഒടുക്കത്തെ അടി, നടുവിനൊക്കെ ചവിട്ട് കിട്ടി. എങ്ങനെയുണ്ട് ഇപ്പൊ? ഒരു 3 ദിവസം കൊണ്ട് എടുക്കേണ്ട ഫൈറ്റ് ഒറ്റ ദിവസം കൊണ്ട് എടുത്തിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും തിരുമ്പാൻ പോവായിരുന്നു. ഒരാഴ്ച കുഴിച്ചിലായിരുന്നു. അതിനൊരാഴ്ച നിർമ്മലായിട്ട് ഇതുവരെ ചെയ്യാത്തൊരു പരിപാടിയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഭയങ്കര രസമുള്ള ഞങ്ങള് ഒരു ഗ്യാങ് ആണ്. പിന്നെ ലൊക്കേഷൻ ആട്ടോ വേറെ ആരും ചൂസ് ചെയ്തിട്ടുണ്ടല്ലോ അവിടെ. അതെ അതെ, നിലമ്പൂരാണ് എന്ന് പറഞ്ഞാൽ നല്ല ഗ്രാമം, ഇടിവെട്ട് ഗ്രാമം, നല്ല മൂടായിരുന്നു. അത് ശരിക്കും നമുക്ക് അവിടുത്തെ ഒരാളായി മാറും നമ്മള്. അത് മാത്രമല്ല നാട്ടുകാരുടെ സഹകരണമാണ് ഭയങ്കര അത്ഭുതമായത്. കാരണം ഞങ്ങൾ അമ്പലം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഏകദേശം ഒരു പാട്ട് കണ്ടാൽ അറിയാം, ഏകദേശം ഒരു 500-1000-ഓളം ആൾക്കാരുണ്ട്. ഞങ്ങൾ വിളിച്ചേക്കുന്ന 100-150 ജൂനിയർ ആർട്ടിസ്റ്റുകളുള്ളൂ.
പക്ഷെ ഇവരെല്ലാവരും വന്ന് ഷൂട്ടിന് വന്ന് പിറ്റേ ദിവസം വിത്ത് കണ്ടിന്യൂറ്റി ആൾക്കാർ ഡ്രസ്സ് മാറിയിട്ടില്ല. അവര് മാറാതെ വന്നു. വിത്ത് കണ്ടിന്യൂറ്റി ആൾക്കാർ വന്നു, പറഞ്ഞ പോലെ തന്നെ എല്ലാം ചെയ്ത്. അതൊരു ഭയങ്കര വലിയ സിനിമയുടെ സ്കെയിലാണ് നമ്മൾ ആ സാധനം കണ്ടാ തോന്നുക. 2 മണി 3 മണി വരെ അവരവിടെ തന്നെ അവരവിടെ തന്നെ വന്ന് കഴിഞ്ഞ വീട്ടിൽ പോകാലോ അല്ലേ, ശരിയാണ്, അപ്പൊ നാളെ കാണാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ കാരവൻ കയറാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഞങ്ങള് ചില വീടുകളിൽ ഇരിക്കണം, അവിടെ ചില ഫുഡുകൾ തരും. ചായ ഫുഡൊക്കെ അവര് തരും. മൊത്തത്തിൽ രസകരമായ നാട്ടുകാരെ അത്തരം സഹകരണങ്ങളും രസകരമായി ഷൂട്ട് ചെയ്യാൻ പറ്റിയ സിനിമയാണ്. ഹക്കീം പറഞ്ഞ പോലെ ഹക്കീമിന്റെ കുറെ സിനിമകളായി അല്ലെ, കുറെ സിനിമകളായി. ഇതില് ഇപ്പൊ ഹക്കീമിനെ തേടി വന്നു എന്ന് പറയുന്നു അല്ലെ. ഹക്കീമിന് തേടേണ്ട ബദൽ ഹക്കീമിനെ തേടി വന്നു. പക്ഷെ ഹക്കീമിന് വിധിച്ചതാണിത് അല്ലെ. ഈ സിനിമയിൽ ഹക്കീമിന് വേറെ വെറൈറ്റി ഉണ്ട്, ഒത്തിരി ഉണ്ട്. ഇമോഷൻ ഉണ്ട്, റൊമാൻറ്റിക് ഉണ്ട്, എല്ലാം ഫൈറ്റ് ഉണ്ട്. ഹക്കീമിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഫൈറ്റ് സീനുള്ള സിനിമ ഇതായിരിക്കും അല്ലെ. ആ ലോറിയുടെ മുകളിൽ നിന്നുള്ള ഒരു സംഭവമൊക്കെ നമ്മൾ കാണുമ്പോൾ പോസ്റ്ററിൽ തന്നെ കാണുമ്പോൾ അറിയാലോ നമുക്ക് അത് എന്തായിരിക്കും എന്നുള്ള നമ്മൾ ആകാംക്ഷയുണ്ട്. ഇത്തരം ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരു മുൻകരുതൽ എന്തായിരിക്കും ഹക്കീം എടുക്കുക? ഞാൻ ഈ പടത്തിലോട്ട് എത്തുന്നത്, ഞാനൊരു തമിഴ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിനകത്ത് ഈ ഫുള്ള് ഫൈറ്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് ആദ്യമേ തന്നെ ഫൈറ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു പേടിയും ലൈക്ക് ആ ഒരു ധാരണ എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് ആ ഒരു പ്രശ്നം തമിഴ് സിനിമയിൽ ഞാൻ മറികടന്നിട്ടാണ് ഞാൻ ഇതിലോട്ട് വന്ന് ചേർന്നത്. അപ്പോൾ വേറെ കുറച്ച് വെയിറ്റ് ഒരു ഞാൻ ആ സിനിമ ചെയ്യുന്ന സമയത്ത് 95 കിലോ ഉണ്ട് ഏകദേശം. കാരണം വെച്ചാൽ അത്ര വലിയ മാസ് ഫൈറ്റും ഇടിയായതുകൊണ്ട് ഞാൻ മെലിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ അത് അത്ര കൺവിക്ഷൻ ഉണ്ടാവില്ല ആ ഫൈറ്റിന്. ഞാൻ ഇടിക്കുമ്പോൾ തെറിച്ചു പോകണമല്ലോ ആൾക്കാർ. അപ്പോൾ വെയിറ്റ് കുറച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ആ 95 കിലോയിൽ തന്നെയാണ് ആ ഫുള്ള് പരിപാടി ഫുൾ ഓഫ് ചെയ്തത്. വേറെ അതിനു വേണ്ടി കഷ്ടപ്പാടുന്നില്ല, നന്നായിട്ട് ഭക്ഷണം കഴിച്ചത് മാത്രമേ ഉള്ളൂ. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കുറവൊന്നുമല്ല അല്ലേ. മണിയുടെ പറഞ്ഞല്ല, നല്ല ഇടി കിട്ടിയല്ലേ? ആ കൊണ്ടും കൊടുത്തും അങ്ങനെ പോവാണ്. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്? ഈ സിനിമയിൽ കുറെ നാളെ മുമ്പ് എത്തിയതാ. അതായത് ഏറ്റവും ആദ്യം ഇത് ആലോചിച്ചപ്പോൾ മുതൽ ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അതിൻ്റെ നായക കഥാപാത്രം വേറൊരു ആളായിരുന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേറെ കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നടന്നില്ല, ഇങ്ങനെ മാറി 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 അപ്പൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. കാരണം നല്ലൊരു സിനിമയും നല്ലൊരു സംവിധായകനും ഇതിൻ്റെ ഒപ്പം നിൽക്കണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിക്കായിരുന്നു, എന്തായി വന്നോ, ഡേറ്റ് കിട്ടിയോ എന്നൊക്കെ ചോദിച്ചു. ലാസ്റ്റ് ഒരു ദിവസം വിളിച്ച് പറഞ്ഞ് നമ്മുടെ നായകൻ മാറി, ഹക്കീം മാറി. നായകൻ മാറി, പ്രൊഡ്യൂസറിന് ഇപ്പോഴും പൈസയും കൊടുക്കാണ്. അതൊക്കെയാണ് സങ്കടം. അത് നമുക്കറിയില്ല. എന്താണ് നായകൻ മാറി, നായകൻ പ്രൊഡ്യൂസറിന് ഇപ്പോഴും പൈസയും കൊടുക്കാണ്. ഇല്ല, അത് നേരത്തെ പ്രൊഡ്യൂസർക്കാ അഡ്വാൻസ് മേടിച്ച പൈസ അങ്ങ് പിന്നീട് പ്രൊഡ്യൂസറായിട്ട് നമുക്ക് നല്ലത് പറയാം. അതെ. അപ്പോൾ അങ്ങനെ ഈ സിനിമയിൽ അങ്ങനെ ഹക്കീം വന്നു. അശ്വൻ ചേട്ടൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞ പേരുകളിൽ അശ്വൻ ചേട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ തുടങ്ങിയിട്ട് ഭയങ്കര എന്താ ഒരു പറഞ്ഞ പോലെ തന്നെ ഒരു രസമായിട്ട് പോയ ഒരു സിനിമയാണ്. എൻ്റെ കഥാപാത്രം നല്ലതാണ്, ഒരു ഫൈറ്റ് ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഹക്കീമിനെ കുറിച്ച് 2 വാക്ക് ഞാൻ സ്വയം എടുത്തു പറയും. കാരണം എന്ന് വെച്ചാൽ ഇത് ഒരു സിനിമയുടെ നായകനെ പറ്റി പൊക്കി പാടണമെന്ന ക്യാരക്ടർ ആർട്ടിസ്റ്റിൻ്റെ വിധിയൊന്നുമല്ല. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് പറയുന്നത് എല്ലാ ഇമോഷൻസും ഡാൻസും ഫൈറ്റും എല്ലാം ഒരു നായകന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒത്തിണങ്ങി കിട്ടിയിട്ടുള്ള ഒരു മലയാളത്തിന് കിട്ടാൻ പോകുന്ന ഒരു നല്ല നടനാണ്. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. നമുക്ക് എല്ലാ കാര്യത്തിലും അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ 1-2 പേര് നമ്മൾ പറഞ്ഞതിൽ ഒരാളാണ്. താങ്ക് യു സോ മച്ച്. അങ്ങനെ ആകണം. ഇത് കണ്ടൊന്ന് കാണാം. പിന്നെ ഇതിൽ ഏറ്റവും വലിയ സന്തോഷം വെച്ചാൽ അശ്വൻ ചേട്ടൻ്റെ കൂടെ ജാഫ്രിക്കയും അശ്വൻ ചേട്ടനും ഞാനും കൂടിയുള്ള ഒരു സീൻ ഉണ്ടായിരുന്നു. അത് എനിക്ക് ആ സീൻ അഭിനയിക്കുമ്പോൾ ഒക്കെ എൻ്റെ മനസ്സിൽ അശ്വൻ ചേട്ടൻ്റെ പഴയ ഞാൻ കണ്ട് ചിരിച്ചതും ആരാധിച്ചതുമായിട്ടുള്ള സിനിമകളും ഡയലോഗുകളൊക്കെ. അപ്പോൾ അതൊരു വലിയ രോമാഞ്ചമായിരുന്നു. ഒപ്പം നിൽക്കാൻ പറ്റിയില്ല. അതെ ഞങ്ങൾ ഈ സിനിമയിൽ ആദ്യമായിട്ട് ജാഫ്രിക്കായിട്ട് 2-3 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ രാവിലെ അച്ചുമായിട്ട് ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് പ്രമേയത്തിന്റെ ഇത് കഴിഞ്ഞ് വന്നു അച്ഛൻ്റെ കൂടെ ഇരിക്കുന്നു. അച്ഛനോട് രാവിലെ പറഞ്ഞു, ഈ വർഷം എനിക്ക് ഭയങ്കര ഭാഗ്യമാണ് അച്ഛൻ്റെയും മോൻ്റെയും പടത്തിൽ. അച്ഛൻ്റെ മകളുടെ കൂടെ അഭിനയിക്കുന്നു. അതും കൂടി അഭിനയിക്കുന്നു. അല്ല, അഭിനയമാണല്ലോ. മമ്മൂക്ക എപ്പോഴും അഭിനയം ഒരു പ്രാന്താണല്ലോ. മമ്മൂക്ക എപ്പോഴും പറയുന്ന പോലെ അഭിനയമാണല്ലോ. മമ്മൂക്കയുടെ ഏറ്റവും വലിയ ഡയലോഗാണല്ലോ, അഭിനയം എനിക്കൊരു പ്രാന്താണ്, ഇപ്പോഴും അഭിനയിക്കണം എന്നുള്ളത്.
അങ്ങനെയാണ് ആർട്ടിസ്റ്റുകളെല്ലാം അങ്ങനെ ഇതില് തന്നെയാണ് തമാശ പുറകിലെ പറഞ്ഞെങ്കിൽ കോമഡികളൊക്കെ ഈ മലപ്പുറം പറയാനായിട്ടേ നിർമ്മലേട്ടൻ കോഴിക്കോടാണ്, കുറച്ച് ബുദ്ധിമുട്ടിയാൽ മതി. അവിടെ വേറൊരാളുണ്ട് അങ്കമാലിക്കാരൻ സിനോജ് ചേട്ടൻ. ഞാനും സിനോജ് ചേട്ടനൊക്കെ കിടന്ന് തലകുത്തി പറഞ്ഞിട്ടാണ് ഇത് പഠിച്ചത്. അത് വിറ്റായിരിക്കും അല്ലേ? അത് ഭയങ്കര രസമായിട്ടുള്ള സിനിമ ഇതുവരെ അങ്കമാലിയിൽ നിന്ന് വിട്ടൊരു സിനിമയിൽ അല്ല, പറയാൻ അതെ, പറ്റിയിട്ടില്ല. ഭയങ്കരമായിട്ട് പണിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് അങ്കമാലി വിടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുണ്ട്. അതിന്റെ റിസൾട്ട് ഉണ്ടാവും എന്നാണ് എന്റെ തീർച്ചയായിട്ടും അപ്പൊ അത്ര റിസൾട്ടുകൾ ഉണ്ടാവണമല്ലോ. ഇജ്ജ് സിനിമകൾ എന്തുട്ടാ എപ്പോഴും കാണിക്കണത്? വിജയിക്കും. ഇജ്ജെന്തുട്ടാ കാണിക്കണത്. നിർമ്മൽ, ഈ പറഞ്ഞാലും നിങ്ങൾക്കാണെങ്കിൽ സ്വല്പം കൂടെ എളുപ്പമുണ്ടായിരുന്നു. എളുപ്പമൊന്നല്ല. അല്ല, അത് എന്തായാലും ഇതിപ്പോൾ കോഴിക്കോട് പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് ആയി വരാൻ അങ്ങനെ കുറച്ച് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒന്ന് സിദ്ദിഖ, ഒന്ന് മമ്മൂക്ക, അങ്ങനെ പക്ക ആ സ്ലാങ് അങ്ങനെ പിടിച്ച് ആ നാട്ടുകാരാണെന്ന് തോന്നിപ്പോകുന്നത്. ബാക്കിയുള്ളവർ ആര് ചെയ്താലും കുറച്ച് ഇപ്പോൾ ശിനോചേട്ടൻ പറഞ്ഞാലും എന്റെ പൊന്നെ നമ്മളാകെപ്പെട്ടെടുക്കണം. അതെ, കിടകന്റെ ഞമ്മളത് പറയൂലട്ടാ, ഇനി മുമ്പിൽ അവിടെ പോയി പോവും. അത് അങ്ങനെയാണ്. അത്രയും ദൂരം അവിടെ കോഴിക്കോട് കുറച്ച് അടുത്തായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. ഞാൻ ചെയ്ത ചില സ്കിറ്റുകളൊക്കെ ആ ഒരു സ്ലാങ് പിടിച്ചിട്ട് കുറച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിട്ടില്ല ചെയ്യാൻ. ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ നിർമ്മലിന് പറ്റിയ ഒരു കഥാപാത്രമാണ് നമ്മൾ സ്വയം വിലയിരുത്തുമല്ലോ. അത് ഞാനത് എല്ലാവരും ഞാൻ ചോദിക്കും, പിടിച്ചു ചോദിക്കും, എന്തെങ്കിലും നമുക്ക് പറ്റിയ ഇല്ലാണ്ട് നിനക്ക് പറ്റിയ ഒന്നും ഇല്ല ഇതിൽ, നിൻ്റെ ആ മറ്റേ ശൈലി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതല്ലടാ എനിക്ക് പറ്റിയതുണ്ടാവും. എനിക്ക് അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് പറ്റിയത് ഒരു വിധി എഴുതിയത് ഞാൻ ചെയ്ത കോമഡി സ്കിറ്റുകൾ കണ്ടിട്ട്. അപ്പോൾ അതിൽ മാറ്റി ഒരാൾ ചിന്തിക്കുക, എനിക്കൊരു ഇമോഷണൽ സംഭവങ്ങളൊക്കെ സജിൽ പോലുള്ള ഒരാൾ തരിക, ചെയ്യാൻ ആഗ്രഹമുണ്ട്, കിട്ടിയാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തരാമെന്ന് അത് വലിയ ഭാഗ്യം. സജിൽ തന്നു, എനിക്ക് ചെയ്യാൻ പറ്റി. മണിയേട്ടൻ പറഞ്ഞ പോലെ തന്നെ മണിയേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, അശോകൻ ചേട്ടനെ ആദ്യമായിട്ട് കാണുന്നത്, അക്കീമിനെ ആദ്യമായിട്ട് കാണുന്നത്. അശോകൻ ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഒരു ചാനലിൽ നിന്നൊരു ഫണ്ട് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തത് അശോകൻ ചേട്ടൻ എല്ലാവരും കൂടെ ഒരു വേദിയിലാണ് കൊടുത്തത്. അതൊക്കെ ഞാൻ ബെഡിലിരുന്ന് കിടന്ന് കാണുകയെന്നല്ലാണ്ട് അശോകൻ ചേട്ടൻ കാണുന്നത് ഈ പടത്തിൽ വന്നതിന് ശേഷമാണ്. അതേപോലെ ഹക്കീമിൻ്റെ പ്രണയവിലാസം പോലുള്ള ഹിറ്റുകൾ ഈ ആർട്ടിസ്റ്റ് അതാ ഒരു രക്ഷയില്ലല്ലോ ഇയാൾ. അപ്പം നോക്കുമ്പോൾ ഹക്കീമിൻ്റെ കൂടെ ചെയ്യാൻ പറ്റി. മണിയേട്ടൻ്റെ കൂടെ ഹക്കീമിനോട് നേരത്തെ മണിയേട്ടൻ പറഞ്ഞ ഞാൻ പറയാൻ വെച്ചതാണ്. ഗംഭീരമായിട്ട് പറയുമ്പോൾ ഞാൻ ഇതിനു മുമ്പേ ഹക്കീം രക്ഷയില്ലാത്ത ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഹക്കീമിനോട് കഴിഞ്ഞിട്ട് ഒരു ദിവസം വിളിച്ച് ഞാൻ പറഞ്ഞടാ ഒരു രക്ഷയില്ല കേട്ടോ, നീ നിൻ്റെ സ്വഭാവം കൂടി മാറ്റരുതേ, ഇങ്ങനെ തന്നെ പോകണം അങ്ങനെ വിളിച്ചു പറഞ്ഞത്. എനിക്ക് അത്ര ഇഷ്ടമായത് ഇവരെ ടീമായിരിക്കും. അത്ര ഹക്കീമിനെ പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടം. ഒരു ആക്ടർ എന്നുള്ള രീതിയല്ല, നമ്മൾ സാധാരണക്കാരൻ ഒരു ഏട്ടാനിയം എന്നുള്ള രീതിയിൽ നമ്മളോട് ഇങ്ങോട്ട് പെരുമാറിയ ഞങ്ങളെല്ലാവരും കെട്ടിപ്പിടിച്ച് നടക്കുമായിരുന്നു. ഭയങ്കര ജോളിയായി, ഭയങ്കര വിഷമായിരുന്നു പടം തീർന്നു. പടം തീർന്നു ചില പടങ്ങളിലേ സംഭവിക്കുള്ളൂ. അങ്ങനെ പെട്ടെന്ന് തീർന്നും പോയി. 32 ദിവസം കൊണ്ട് പടം തീർന്നു. അല്ലെ, അശോക് ചേട്ടൻ്റെ ഒക്കെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ചില സിനിമകൾ ഇതെല്ലാം സംഭവിക്കുള്ളൂ അല്ലെ അശോക് ചേട്ടാ? എല്ലാ സിനിമയിലും ഇങ്ങനെ സംഭവിക്കണമെന്നില്ല. ഇപ്പൊ അശോക് ചേട്ടൻ തുടക്കത്തിൽ നമ്മുടെ ഇതൊരു കുടുംബം പോലെയായിരുന്നു അല്ലെ? നാട്ടുകാരാണെങ്കിലും നമുക്ക് ഭക്ഷണം തരുന്നു, എല്ലാവരും അങ്ങനെ എല്ലാം സംഭവിക്കാറുണ്ട്. ടെക്നീഷ്യന്മാർ എല്ലാവരും ഭയങ്കര കമ്പനിയായിരുന്നു. ഒക്കെ പിള്ളേരാണെന്നേ, എല്ലാം പിള്ളേരാണ്. അപ്പൊ ഞാൻ ആദ്യം ചെന്നപ്പോ എനിക്കൊരു ഇത്രയെല്ലാം പിള്ളേരാണല്ലോ, പക്ഷെ എല്ലാവരുമായിട്ട് ഭയങ്കര മിങ്കിൾ ചെയ്തപ്പോഴല്ലോ ഞാനും അതുപോലെ പിള്ളേരെ പോലെ തന്നെ അവരുടെ കൂടെ കൂടി നല്ല നല്ല ജോലിയായി. കഥ പറച്ചിലും പാട്ട് പാടലും ബഹളവും എല്ലാം കൊണ്ടും ഭയങ്കര മൂടായിരുന്നു. ഈ പറഞ്ഞാൽ കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമം തോന്നിയാ, വിട്ട് കഴിഞ്ഞപ്പോഴേ ഭയങ്കര മിസ്സിങ് ഫീൽ ചെയ്തു അവിടെ.